ഇന്നൊരു കിടിലൻ ചിക്കൻ റാപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചിക്കനൊക്കെ വാങ്ങുന്ന സമയങ്ങളിൽ ഞാനൊരു ബോൺലെസ് ആയിട്ടുള്ള 2-3 പീസ് മാറ്റി വെക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് പിറ്റേന്ന് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ബാക്കി വരുന്ന ചപ്പാത്തിയിൽ റാപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് തൈരും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. കൂടുതൽ മുരിഞ്ഞു പോകണ്ട, അത്രയ്ക്ക് ഇതാകണ്ട, ഒന്ന് വെന്ത് വരുന്ന പാകത്തിന് നമുക്ക് എടുത്തതിന് ശേഷം സെയിം പാനിലേക്ക് തന്നെ നമുക്ക് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം, സവോളയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പയ്യെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഒത്തിരി വാടി വെന്ത് പോകണ്ട. അപ്പോൾ നമുക്കത് പയ്യെ ഒന്ന് കടിക്കുന്ന പരുവത്തിന് വാട്ടിയെടുക്കാം. ശേഷം അതിലേക്ക് സോയാ സോസ്, ചിക്കൻ ആദ്യം ഇട്ട് കൊടുക്കണം. അതിനുശേഷം സോയാ സോസും കെച്ചപ്പ് ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടു. അപ്പോൾ ഇതിലേക്കായിട്ടൊരു ഹെൽത്തി മയണൈസിൻ്റെ റെസിപ്പിയും കൂടി കാണിച്ചേക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ബോയിൽ ചെയ്ത് 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഗാർലിക്ക്, 3 വറ്റൽമുളകും, ആവശ്യത്തിന് ഉപ്പും 1 സ്പൂൺ തൈരും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ച് മാത്രം അടിക്കുക, ഇല്ലെങ്കിൽ അത് വെള്ളം പോലെ പോകും കേട്ടോ. നമുക്ക് ബാക്കി വരുന്ന ചപ്പാത്തിയാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയിട്ട് ബാക്കി വരുന്ന ചപ്പാത്തികളൊക്കെ ആയിരിക്കും ഇതുപോലെ ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ മയണൈസ് തേച്ച് കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ മിക്സും കൂടി വെച്ച് റാപ്പ് ചെയ്താൽ നല്ല അടിപൊളി ചിക്കൻ റാപ്പ് റെഡി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.